മാന്യസ്വസിരവന്ദനം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു. അദ്ദേഹം 1994 ജൂലൈ 5 കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വെച്ച് മരണപ്പെട്ടു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളികളുടെ സ്വന്തം കഥാകൃത്തായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ചെറുകഥകളിലൊന്നാണ് ആനപ്പൂട. ഇതൊരു മോഷണത്തിന്റെ കഥയാണ്. കൊലക്കൊമ്പനായ ഒരു ആനയുടെ വാലിലെ ഒരു പൂടയാണ് മോഷ്ടിക്കുന്നത്. ബഷീർ ഇത്രയും വലിയ സാഹസത്തിന് തയ്യാറാകുന്നത് തൻ്റെ സഹപാഠിയായ രാധാമണിക്ക് വേണ്ടിയാണ്. രാധാമണി തനിക്ക് പുസ്തകത്തിൽ വെക്കാൻ ഒരു മയിൽപ്പീലി തന്നിട്ടുണ്ട്. അതുകൊണ്ട് രാധാമണി ഒരു ആനപ്പൂട തരണമെന്ന് ചോദിച്ചാൽ അത് ബഷീറിന് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ആനപ്പൂടയ്ക്കായി ആനക്കാരനോട് ബഷീർ ചോദിച്ചു, ഒരു ആനപ്പൂട തരണമെന്ന്. എന്നാൽ അത് ആനക്കാരൻ നിരസിച്ചു. അങ്ങനെ രാവും പകലും എങ്ങനെ ആനപ്പൂട സംഘടിപ്പിക്കുമെന്ന ചിന്തയിലായി ബഷീർ. ഒടുവിൽ ബഷീറിനൊരു ഉപായം കിട്ടി. അതിനായി ബഷീർ തയ്യാറുമായി. അങ്ങനെ ആനകൾ കുളിക്കുന്ന നേരം നോക്കി മുങ്ങാങ്കുഴിയിട്ട് ആനയുടെ അടുത്തെത്തി. വലിച്ചു പിടിച്ചു. മുറിഞ്ഞില്ല. കടിച്ചു മുറിച്ചു. എന്നിട്ടും മുറിഞ്ഞില്ല. ആന വിരണ്ടോടി. അങ്ങനെ ബഷീർ വീട്ടിലെത്തി. നടന്ന കാര്യങ്ങളെല്ലാം ഉമ്മയോടും ബാപ്പയോടും പറഞ്ഞു. ബാപ്പ ഇത് കേട്ട് ആനക്കാരനോട് പറഞ്ഞ് ഒരു ആനപ്പൂട നൽകി. അത് ബഷീർ രാധാമണിക്ക് കൊടുത്തു. ഒരു ആനപ്പൂട ലഭിക്കാൻ കഥാകാരൻ നടത്തിയ ഗംഭീര പ്രയത്നത്തിന്റെ കഥയാണ് ആനപ്പൂട. നന്ദി, നമസ്കാരം.